ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം പഞ്ചമോധ്യായഃ. അഞ്ചാമത്തെ അധ്യായത്തിൽ വിഷ്ണുസ്തുതിയിൽ മാത്രം ആസക്തനായി തീർന്ന പ്രഹ്ലാദനെ ആനകളെ കൊണ്ടും പാമ്പുകളെ കൊണ്ടും മറ്റും പകവരുത്തുവാൻ വേണ്ടി ഹിരണ്യകശിപു ചെയ്ത വിഫല പ്രയത്നങ്ങളുടെ കഥയാണ്. എന്തിനാണ് പ്രഹ്ലാദനെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നാരദ മഹർഷി പറഞ്ഞു തുടങ്ങുന്നത്. ഒന്നാമത്തെ ശ്ലോകം. പൗരോഹിത്യായ ഭഗവാൻ വൃതഃ കാവ്യഃ കില അസുരൈഃ ഷണ്ഡ അമർക്കൗ സുതൗ തസ്യ ദൈത്യരാജഗൃഹാന്തികേ. ഭഗവാൻ കാവ്യഃ. കാവ്യഃ എന്നാൽ ശുക്രമഹർഷി. ആ മഹർഷി ജ്ഞാനവിജ്ഞാനാദി സമ്പന്നനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് സംബോധന ചെയ്തത്. അങ്ങനെയുള്ള ശുക്രമഹർഷിയാണ് അസുരന്മാരുടെ ഗുരു. ഈ ശുക്രമഹർഷി അസുരൈഹി അസുരന്മാരാൽ പൗരോഹിത്യായ പൗരോഹിത്യത്തിനു വേണ്ടി വൃതഃ കില വരിക്കപ്പെട്ടിരുന്നുവല്ലോ, അതറിയാമല്ലോ എന്ന് ചോദിക്കുന്നു. ഈ ശുക്രമഹർഷിയുടെ തസ്യ സുതൗ രണ്ട് മക്കളാണ് ഷണ്ഡ അമർക്ക. ഷണ്ഡനും അമർക്കനും, ഷണ്ഡാമർക്കവും. ഷണ്ഡനും അമർക്കനും ദൈത്യരാജഗൃഹാന്തികെ ഹിരണ്യകശിപുവിന്റെ ആ രാജഭവനത്തിന്റെ തൊട്ടടുത്താണ് ജീവിച്ചു വന്നത്. അവരുടെ ഗൃഹം അവിടെയായിരുന്നു. അപ്പോൾ പ്രഹ്ലാദന്റെ ഗുരുകുല വിദ്യാഭ്യാസം ഇവരുടെ അടുക്കലായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. തൗ രാജ്ഞാ പ്രാപിതം ബാലം പ്രഹ്ലാദം നയകോവിദം പാഠയാമാസതുഹു പാഠ്യാൻ അന്യാൻ ച അസുരബാലകാൻ. തൗ ഈ ഷണ്ഡനും അമർക്കനും രണ്ടുപേരും രാജ്ഞ ഹിരണ്യകശിപുവിനാൽ പ്രാപിതം കൊണ്ടുചെന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ബാലം ബാലനും നയകോവിദം നീതിവിശാരദനുമായ പ്രഹ്ലാദനെയും അതുപോലെ തന്നെ ആ കൊട്ടാരത്തിലും അല്ലാതെയും ഒക്കെയുള്ള അന്യാൻച മറ്റ് ചില അസുരബാലകന്മാരെയും പാഠ്യാൻ അവർ പഠിക്കേണ്ടുന്ന രാജ്യതന്ത്രാദി വിഷയങ്ങളെ പാഠയാമാസതുഹു പഠിപ്പിച്ചു തുടങ്ങി. മൂന്നാമത്തെ ശ്ലോകം. യത് തത്ര ഗുരുണാ പ്രോക്തം ശുശ്രുവേ അനുപപാഠ ച ന സാധു മനസാ മേനെ സ്വപര അസദ്ഗ്രഹ ആശ്രയം. തത്ര അവിടെ ആ ഗുരുകുലത്തിൽ വെച്ച് യത് യാതൊന്നൊക്കെയാണോ ഗുരുവിനാൽ പ്രോക്തം ചൊല്ലിക്കൊടുക്കപ്പെട്ടിരുന്നത്, പ്രഹ്ലാദൻ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് അതിനെ ശുശ്രുവെ കേൾക്കുന്നു, അനുപപാഠച അതനുസരിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ ഗുരുവിനെ സന്തോഷിപ്പിക്കാൻ മാത്രം. അതേസമയം സ്വപര അസദ്ഗ്രഹ ആശ്രയം, താനെന്നും അന്യനെന്നും ഉള്ള ഈ മിഥ്യാബോധത്തിന് ആസ്പദമായ പാഠ്യവിഷയത്തെ സാധു ശരിയായിട്ടുള്ളതാണ് ഇതൊക്കെയെന്ന് മനസ്സുകൊണ്ട് ഈ പ്രഹ്ലാദൻ നമേനെ കരുതിയിരുന്നില്ല. ആരോടും അനുസരണക്കേട് കാണിക്കാൻ പ്രഹ്ലാദൻ മുതിർന്നില്ല. അച്ഛൻ ഗുരുകുലത്ത് കൊണ്ടുപോയി ചേർത്തു, ശരി, അവിടെ ഇരുന്നു. ഗുരുക്കന്മാർ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്നു, രാജ്യതന്ത്രത്തെക്കുറിച്ച്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതൊക്കെ ഗുരുനാഥന്മാർക്കൊരു സന്തോഷം എന്ന രീതിയിൽ പഠിക്കുന്നു, അവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു. പക്ഷെ മനസ്സുകൊണ്ട് ഇതൊന്നുമല്ല സത്യം എന്ന് പ്രഹ്ലാദൻ തന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. സത്യത്തിൽ ഈ അസുരക്കുട്ടികളെയൊക്കെ പഠിപ്പിച്ച ഈ പാഠങ്ങളാണ്, അതായത് ഭൗതിക ജീവിതത്തിന് ആവശ്യമായ പാഠങ്ങൾ മാത്രമാണ് നമ്മുടെ ഭാരതത്തിലും ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം വിദ്യാഭ്യാസം എന്ന നിലയിൽ നമ്മളിലൊക്കെ അടിച്ചേൽപ്പിച്ചു തന്നത്. എന്തിനായിരുന്നു ആ പാഠങ്ങളൊക്കെ പഠിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ
അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ശരി മനസ്സിലാക്കാം. അല്ലാത്തവരൊക്കെ എന്തിനായിരുന്നു ഇത്രയും കഠിനമായ പാഠങ്ങൾ, അതും സയൻസ് കണക്ക് പോലെയുള്ള വിഷയത്തിൽ ഇത്രയും കഠിനമായ പാഠങ്ങളൊക്കെ നമ്മൾ എന്തിനു പഠിച്ചു, എന്തിനിതൊക്കെ ബൈഹാർട്ട് ചെയ്തു, എന്തിനിതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല. എന്തിനോ വേണ്ടി പഠിച്ചു. ആ സമയത്ത് ടെൻഷൻ അടിക്കാൻ ഒരു കാരണം നമുക്കും അതെ, നമ്മളെക്കുറിച്ച് നമ്മുടെ രക്ഷിതാക്കൾക്കും. അല്ലാതെ ഈ പഠിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ചെയ്തിട്ടില്ല. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർക്ക് ഒക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഏതാനും ചില ആളുകൾക്ക് അവർക്ക് വേണ്ടി മാത്രമുള്ള വിഷയങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു പണ്ട് അസുര കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ എന്താണോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനമായി വേണ്ടത്, നമ്മുടെ സുരക്ഷയെക്കുറിച്ച്, അതുപോലെ നിയമത്തിലെ പല വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച്, ഇനി നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഇതൊന്നും ആരും എവിടെയും പറഞ്ഞു തരുന്നില്ല. പൊതുവെ എല്ലാ രക്ഷിതാക്കളും മക്കൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമാണ് മക്കളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. എന്താ ടീച്ചർ പഠിപ്പിച്ചു തന്നത്, ഒന്ന് കേൾപ്പിച്ചേ. ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ചോദിക്കുന്നതാണ്. ഇതേപോലെ അന്ന് ഹിരണ്യകശിപുവും മകനോട് ചോദിച്ചു. 4-ാമത്തെ ശ്ലോകം. ഏകദാ അസുരരാട് പുത്രം അംഗം ആരോപ്യ പാണ്ഡവ പപ്രച്ഛ കഥ്യതാം വത്സ മന്യതേ സാധു യദ്ഭവാൻ. ഹേ പാണ്ഡവ, യുധിഷ്ഠിര, ഏകദ, ഇങ്ങനെ ഗുരുകുലത്തിൽ പോയി വന്നുകൊണ്ടിരുന്ന ആ പ്രഹ്ലാദനോട് ഒരിക്കൽ അസുരരാട്, അസുരരാജാവ് പുത്രം അംഗം ആരോപ്യ, പ്രഹ്ലാദനെ തന്റെ മടിയിൽ പിടിച്ചിരുത്തി. അന്നൊക്കെ നല്ല വാത്സല്യമാണ്, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ പിടിച്ചിരുത്തി തന്റെ മടിയിൽ ഇരുത്തി പപ്രച്ഛ, ചോദിച്ചു. ഹേ വത്സ, ഉണ്ണി, കഥ്യതാം, പറയൂ, നീ എന്താണ് പോയി പഠിക്കുന്നത്? ഭവാൻ യത് സാധു മന്യതേ, കുറെ നാളായില്ലേ പഠിക്കുന്നു, ഇനി പറയൂ, ഉണ്ണി എന്താണ് നല്ലതായിട്ട് കരുതുന്നത്? പ്രഹ്ലാദ ഉവാച, പ്രഹ്ലാദൻ പറയുകയാണ് 5-ാമത്തെ ശ്ലോകം. തത് സാധുമന്യേ അസുരവര്യ ദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാ ആത്മപാതം ഗൃഹം അന്ധകൂപം വനം ഗതഃ യത് ഹരിം ആശ്രയേത. ഹേ അസുരവര്യ, അച്ഛ എന്നല്ല, അസുരശ്രേഷ്ഠ, അസദ്ഗ്രഹാത്, മിഥ്യാഭിനിവേശം ഹേതുവായിട്ട് സദാ, ഏതു നേരത്തും, സമുദ്വിഗ്നധിയാം, സംഭ്രാന്തചിത്തരായി കഴിയുന്ന ദേഹിനാം, ശരീരികളുടെ ആത്മപാദം, ആത്മപതനത്തിന് ഉതകുന്ന അന്ധകൂപം, ഈ പാഴ്കിണറ് പോലെയുള്ള ഗൃഹം, ഗാർഹിക ജീവിതത്തെ ഹിത്വാ, വിട്ടുകളഞ്ഞിട്ട്, വനം ഗതഃ, കാട്ടിലേക്ക് പോയിട്ട്, ഹരിം ആശ്രയേത, ഭഗവാൻ ശ്രീഹരിയെ ഭജിക്കുക, ആശ്രയിക്കുക, യത്, എന്നത്, യാതൊന്നോ തത്, അതിനെയാണ് ഞാൻ സാധു മന്യേ, നല്ല കാര്യമായിട്ട് കരുതുന്നത്. നല്ല ആളോടാണ് പ്രഹ്ലാദൻ പറയുന്നത്. ഇവിടെ ഈ ലോകം വെട്ടിപ്പിടിച്ചാലേ എനിക്ക് സന്തോഷമാകുള്ളൂ എന്ന് ചിന്തിച്ച അച്ഛന് കിട്ടിയ ആദ്യത്തെ അടിയാണ് മകന്റെ ഉത്തരം. അച്ഛാ, ഈ അഭിനിവേശം, എന്തൊക്കെയോ നേടിയാൽ വലിയ സന്തോഷമായി എന്ന ഈ അഭിനിവേശം, മിഥ്യാഭിനിവേശം ഹേതുവായിട്ട് ഒരിക്കലും നമ്മൾ ഈ ഗൃഹത്തിൽ കഴിയുന്തോറും നമ്മുടെ ആഗ്രഹങ്ങൾ തീരുകയേ ഇല്ല, നമുക്കത് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഗൃഹത്തിൽ ഇരുന്ന് തന്നെ എല്ലാറ്റിനോടും ഒരു ഡിറ്റാച്ച്ഡ് ആവുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മെ അറിയുന്ന ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ അവരോടൊന്നും കൂട്ടുകൂടാതെ വീട്ടിലിരിക്കുക, കല്യാണത്തിന് വിളിച്ചാൽ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഘട്ടം കഴിയുമ്പോൾ ഒന്നുകിൽ ഇടയ്ക്കിടെ യാത്ര പോവുക. ഞാൻ സ്ഥലത്തുണ്ടാവില്ല, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആദ്യമേ പറഞ്ഞു വെക്കുക, ഞാൻ സ്ഥലത്തുണ്ടാവില്ല, ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടെ യാത്രകൾ പോവുക. അത് വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ക്ഷേത്രങ്ങളിലോ പുണ്യസങ്കേതങ്ങളിലോ, അതല്ലെങ്കിൽ
അന്യദേശത്തുള്ള പുണ്യസങ്കേതങ്ങളിലൊക്കെ സന്ദർശിച്ച് അങ്ങനെ പോകുമ്പോൾ തന്നെ ദിവസങ്ങൾ എത്ര വേഗം പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ഈ ഗൃഹത്തിലിരുന്നാൽ മിഥ്യാഭിനിവേശം നമ്മെ വിട്ടു പോവില്ല. അതുകൊണ്ട് അത് നമ്മുടെ ശരീരികളുടെ ആത്മപതനത്തിന് ഉതകുന്നതാണ്. അങ്ങനെയുള്ള പാഴ്ക്കിണർ പോലെയുള്ള ഈ ഗാർഹിക ജീവിതത്തെ വിട്ട് കളഞ്ഞിട്ട് കാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട. പക്ഷെ അങ്ങനെ ഒരു മനസ്ഥിതി ആക്കിയിട്ടേ പോകാവൂ. അല്ലാതെ കാട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെത്തിയിട്ട് ഒരു ആശ്രമത്തിൽ എത്തിയിട്ട് വീട്ടിലെന്തായോ എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ തന്നെ എല്ലാറ്റിനോടുമുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് വിടാൻ സാധിക്കണം. എന്നിട്ട് അതിനാണ് ഇടയ്ക്കിടെ യാത്ര പോകണം എന്ന് പറയുന്നത്. അങ്ങനെ യാത്ര പോകുമ്പോൾ ഇവരുമായിട്ടൊന്നും ബന്ധം വെച്ചില്ലെങ്കിലും അവർക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല എന്നൊരു നിലയിൽ എത്തി എന്ന് തോന്നുമ്പോഴാണ് കുറേ ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ കാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഏകാന്തമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് സ്വസ്ഥമായി ഭഗവാനെ ഭജിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഭഗവാൻ ശ്രീഹരിയെ ഭജിക്കുക എന്നതാണ് ജീവിതത്തിൽ ഓരോ മനുഷ്യനും ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ കരുതുന്നു. ഇതായിരുന്നു പ്രഹ്ലാദന്റെ ഉത്തരം. എന്നാൽ ഈ ഉത്തരം കേട്ടിട്ട് ആദ്യം ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നില്ല. ദേഷ്യം വന്നത് കുട്ടിയെ നന്നായി ശ്രദ്ധിക്കാത്ത ഗുരുക്കന്മാരോടാണ്. കാരണം അവരുടെ കണ്ണു വെട്ടിച്ചിട്ട് ആരോ ഈ കുട്ടിക്ക് വേണ്ടാത്തത് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ഹിരണ്യകശിപു കരുതിയത്. നാരദ ഉവാച, 6-ാമത്തെ ശ്ലോകം. ശ്രുത്വാ പുത്രഗിരോ ദൈത്യഃ പരപക്ഷ സമാഹിതാഃ ജഹാസ ബുദ്ധിഃ ബാലാനാം ഭിദ്യതേ പരബുദ്ധിഭിഃ. പരപക്ഷ സമാഹിതാഃ, പരപക്ഷം എന്നാൽ ശത്രുപക്ഷം. തന്റെ ശത്രുവായ ശ്രീഹരിയുടെ പക്ഷത്തിൽ നിലയുറച്ചിരിക്കുന്ന തന്റെ പുത്രഗിരഹ, തന്റെ പുത്രന്റെ വാക്കുകളെ ശ്രുത്വ കേട്ടിട്ട് ആദ്യം ദൈത്യഃ ജഹാസ, അസുരൻ പൊട്ടിച്ചിരിച്ചു. പാവം കുട്ടിക്ക് എന്തറിയാം എന്ന രീതിയിലാണ് ചിരിച്ചത്. എന്നിട്ട് ചിന്തിക്കുകയാണ്, ബാലാനാം ബുദ്ധിഹി, കുട്ടികളുടെ ഇളം ബുദ്ധി, പരബുദ്ധിഭിഹി, അന്യരുടെ ബുദ്ധി കൗശലങ്ങളാൽ ഭിദ്യതേ, മാറ്റിമറിക്കപ്പെടുന്നു. ആരോ എൻ്റെ കുഞ്ഞിനെ മനഃപൂർവം തലതിരിച്ചു വിട്ടിരിക്കുകയാണ് എന്ന് ഹിരണ്യകശിപു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഹിരണ്യകശിപു ഈ ബാലനെ രക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന അസുരഭടന്മാരോട് ആജ്ഞാപിക്കുകയാണ്. 7-ാമത്തെ ശ്ലോകം. സമ്യക് വിധാര്യതാം ബാലോ ഗുരുഗേഹേ ദ്വിജാതിഭിഃ വിഷ്ണുപക്ഷൈഃ പ്രതിച്ഛന്നൈഃ ന ഭിദ്യേത അസ്യ ധീഃ യഥാ. അപ്പോൾ ഭടന്മാരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുകയാണ്. എൻ്റെ മകൻ ആ ഗുരുകുലത്തിൽ എത്തിക്കഴിഞ്ഞും നിങ്ങളുടെ ഒരു കണ്ണ് അവിടെയൊക്കെ വേണം. കാരണം ഗുരുഗേഹേ, ഗുരുഗൃഹത്തിൽ വിഷ്ണുപക്ഷൈഹി, വിഷ്ണുപക്ഷക്കാരും പ്രതിച്ഛന്നൈഹി, അവർ വേഷം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പ്രച്ഛന്നവേഷധാരികളുമായ ദ്വിജാതിഭിഹി, ബ്രാഹ്മണന്മാർ മൂലം അസ്യധീഹി, ഇവന്റെ ബുദ്ധി യഥാ, വ്യതിചലിക്കുവാൻ ന ഭിദ്യേത, വ്യതിചലിക്കുവാൻ ഇടവരാത്ത വിധം, ബാലഹ, എൻ്റെ മകൻ, സമ്യക് വിധാര്യത, വേണ്ടും വിധത്തിൽ സൂക്ഷിക്കപ്പെടണം. അതുകൊണ്ട് അവിടെ ഗുരുകുലത്തിലാക്കി ഉടനെ ഇങ്ങ് പോരരുത്. അവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കണം. ഇടക്കൊന്ന് ഗുരുകുലത്തിനുള്ളിലേക്കും നോക്കണം. ഇവൻ ഈ കുട്ടികളോടോ ആ ഗുരുക്കന്മാരോടോ അല്ലാതെ വേറെ ആരോടെങ്കിലും പ്രഹ്ലാദൻ സംസാരിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. 8-ാമത്തെ ശ്ലോകം. ഗൃഹം ആനീതം ആഹൂയ പ്രഹ്ലാദം ദൈത്യയാചകാഃ പ്രശസ്യ ശ്ലക്ഷ്ണയാ വാച സമപൃച്ഛന്ത സാമഭിഃ. ഇങ്ങനെ പിറ്റേ ദിവസം ദൈത്യയാചകാഃ, അവന്റെ ഗുരുനാഥന്മാർ, അവരുടെ ഗൃഹം ആനീതം, ആ ഗുരുഗൃഹത്തിലേക്ക് കൊണ്ടുചെന്നാക്കപ്പെട്ട പ്രഹ്ലാദനെ ആഹൂയ, അരികെ വിളിച്ചിട്ട്, ശ്ലക്ഷ്ണയാ വാച, മൃദുവായ വാക്കിനാൽ, പ്രശംസിച്ച്, സാമഭിഹി, സാമനയങ്ങളോടെ,
സമപൃച്ഛന്ത ചോദിച്ചു. കാരണം കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത് അതൊന്ന് പുറത്തെടുക്കണം. അതിനായിട്ട് നയചാതുരിയോടെ, അല്ലാതെ വഴക്ക് പറയുന്നില്ല, വഴക്ക് പറയാതെ കുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഈ അറിവ് കിട്ടിയത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഗുരുനാഥന്മാർ. 9-ാമത്തെ ശ്ലോകം. വത്സ പ്രഹ്ലാദ ഭദ്രം തേ സത്യം കഥയ മാ മൃഷ ബാലാൻ അതികുതഃ തുഭ്യം ഏഷഃ ബുദ്ധി വിപര്യയഃ. അപ്പോൾ ഈ ചണ്ട അമർക്കന്മാർ ചോദിക്കുകയാണ്, ഹേ വത്സ, ഉണ്ണി, പ്രഹ്ലാദ, തേ ഭദ്രം, നിനക്ക് മംഗളം ഭവിക്കട്ടെ. സത്യം കഥയ, നേര് പറയൂ. മൃഷാമാം, കളവ് പറയരുത്. ഇവിടുത്തെ കുട്ടികളെയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഇവിടെയുള്ള ബാലാൻ, കുട്ടികളെയെല്ലാം മറികടന്ന ഏഷഃ ബുദ്ധി വിപര്യയഃ. ഇവിടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നതും ഭഗവാനിൽ മനസ്സ് വെക്കുന്നതും അസുരന്മാരെ സംബന്ധിച്ച് ബുദ്ധി വൈപരീത്യമാണ്. ഈ ബുദ്ധി വൈപരീത്യം തുഭ്യം കുതഃ, നിനക്ക് എവിടെ നിന്നുണ്ടായി? ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മളെ മറ്റുള്ളവർ വിലയിരുത്തുന്നത് അവരുടെ ചിന്താഗതിക്കനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വിലയിരുത്തലുകളാണ് ശരി എന്ന് ഒരിക്കലും ധരിക്കരുത്. നമ്മുടെ ചിന്താഗതി അത് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിനി ആരായാലും, എത്ര അടുപ്പമുള്ളവർക്ക് പോലും നമ്മൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനെ മാനിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. 10-ാമത്തെ ശ്ലോകം. ബുദ്ധിഭേദഃ പരകൃത ഉത അഹോ തേ സ്വതഃ അഭവത് ഭണ്യതാം ശ്രോതുകാമാനാം ഗുരുണാം കുലനന്ദന. ഈ ബുദ്ധിഭേദഃ, നിനക്കുണ്ടായ ബുദ്ധി വൈപരീത്യം, പരകൃതഃ, മറ്റുള്ള ആരാലെങ്കിലും പറഞ്ഞ് നിന്റെ ബുദ്ധിയെ തിരിച്ചതാണോ, അന്യരാൽ ഉണ്ടാക്കപ്പെട്ടതാണോ? ഉത അഹോ, ഇനി അതല്ല, തേ സ്വതഃ അഭവത്, നിനക്ക് സ്വതവേ ഇങ്ങനെ ഉള്ളിൽ തോന്നുന്നതാണോ? എന്തായാലും ഹേ കുലനന്ദന, ഇവരുടെ കണ്ണിൽ അസുരകുലത്തിൽ ജനിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠം. അതാണ് സത്കുലജാതനായ അല്ലയോ ബാല, ശ്രോതുകാമാനാം, ഇതിനെക്കുറിച്ച് കേട്ടറിയുവാൻ ആഗ്രഹിക്കുന്ന ഈ ഗുരുണാം, ഞങ്ങളാകുന്ന ഗുരുജനങ്ങളോട് തുറന്നു പറയൂ, ഭണ്യതാം, പറഞ്ഞു തരൂ. ഇങ്ങനെ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഉത്തരം പറയുകയാണ്. പ്രഹ്ലാദ ഉവാച. 11-ാമത്തെ ശ്ലോകം. സ്വഹ പരഹ ച ഇതി അസദ്ഗ്രാഹഃ പുംസാം യത് മായയാ കൃതഃ വിമോഹിതധിയാം ദൃഷ്ടഃ തസ്മൈ ഭഗവതേ നമഃ. ഇത് നിനക്ക് സ്വയമേവ ഉണ്ടായതാണോ, ഇനി മറ്റുള്ളവരാൽ ചെയ്യപ്പെട്ടതാണോ എന്ന് ചോദിച്ചതിന് തന്നെ ആദ്യം പ്രഹ്ലാദൻ പറയുന്നു, ഈ ചിന്തയെ തെറ്റാണ്. പുംസാം, ജനങ്ങൾക്ക്, സ്വഹ, ഞാൻ, പരഹ, അന്യൻ എന്നുള്ള ഇതി അസദ്ഗ്രാഹഃ, ഈ തെറ്റായ ധാരണ, ഇതൊക്കെ യത് മായയാ, യാതൊരു ഭഗവാന്റെ മായയാൽ കൃതഃ, ഉണ്ടാക്കപ്പെട്ടതാണോ, ആ മായയാൽ ആണ്, ആ മായയാൽ ഭ്രമിക്കപ്പെട്ട നിങ്ങളാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ആ മായയാൽ വിമോഹിത ധിയാം, വിമോഹിത ബുദ്ധികളായിരിക്കുന്ന ഭവാന്മാർക്കാണ് സ്വന്തമായി ഉണ്ടായതാണോ, മറ്റുള്ളവരാൽ ഉണ്ടാക്കപ്പെട്ടതാണോ, ഇങ്ങനെയൊക്കെയുള്ള ദൃഷ്ടഃ, അനുഭവം. നിങ്ങൾക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്, എനിക്ക് അങ്ങനെയൊരു ഭേദമേ തോന്നുന്നില്ല. അങ്ങനെ ആരുടെ മായയാലാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, തസ്മൈ ഭഗവതേ നമഃ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നമ്മൾ ഈ മായയിൽ പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നമ്മെ മായയിലാക്കുന്ന ആ അചിന്ത്യമായാപതിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്ന് ആദ്യമേ പറയുന്നു. ഇനി എങ്ങനെയാണ് ഈ മായാബോധം നമ്മിൽ നിന്ന് മാറുക എന്ന് പ്രഹ്ലാദൻ പറയുകയാണ്. 12-ാമത്തെ ശ്ലോകം.
സഹ യഥാ അനുവ്രതഃ പുംസാം പശുബുദ്ധിഃ വിഭിദ്യത്തെ അന്യേഷ തഥാ അന്യഃ അഹം ഇതി ഭേദഗത അസതി. സഹ ആ ഭഗവാൻ യഥാ എപ്പോൾ അനുവ്രതഃ അനുകൂല ഭാവത്തിലിരിക്കുന്നുവോ തഥാ അപ്പോൾ ഏഷഃ അന്യഃ ഇവൻ അന്യനെന്നും തഥാ അതുപോലെ അഹം അന്യഃ ഞാൻ ഇവനിൽ നിന്നും അന്യനാണ് എന്നൊക്കെയുള്ള ഇതി അസതീ ഭേദഗത അയഥാർത്ഥവും ഭേദഭാവന ഉണ്ടാക്കുന്നതുമായ പശുബുദ്ധി അജ്ഞാനബുദ്ധി ഇത് പുംസാം ഭിദ്യതേ മനുഷ്യർക്ക് വേററ്റുപോകുന്നു. ഭഗവാൻ നമ്മിൽ അനുകൂല ഭാവത്തിലിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ആ മായ സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകിപ്പോകുന്നത് പോലെ അതെങ്ങനെ പോകുന്നു എന്ന് നമുക്ക് പോലും അറിയില്ല. അങ്ങനെ അങ്ങ് പോകും. പിന്നെ ആരെയും അന്യനായി കാണാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ നമുക്ക് അനുകൂല ഭാവത്തിലിരിക്കണം. അപ്പോഴേ ഈ മായാഭേദബുദ്ധി നമ്മിൽ നിന്ന് ഇല്ലാതാവുകയുള്ളൂ. എങ്ങനെയാണ് ഭഗവാൻ നമുക്ക് അനുകൂലനാകുന്നത്? ഭഗവാനിൽ തന്നെ എപ്പോഴും മനസ്സ് വെച്ചിരിക്കണം. പക്ഷെ അതും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പ്രഹ്ലാദൻ തന്നെ പറയുന്നു. 13-ാമത്തെ ശ്ലോകം. സഹ ഏഷഃ ആത്മാ സ്വപര ഇതി അബുദ്ധിഭിഃ ദുരത്യയ അനുക്രമണഃ നിരൂപ്യത്തെ മുഹ്യന്തി യദ്വാത്മനി വേദവാദിനോ ബ്രഹ്മാദയഃ ഹി ഏഷഃ ഭിനത്തി മേ മതിം. ദുരത്യയ അനുക്രമണഃ ഭഗവാനിൽ നിരന്തരം മനസ്സു വെക്കുക എന്ന വിഷമം പിടിച്ച ആ കാര്യം. പക്ഷെ അങ്ങനെ ചെയ്താൽ സഹ ആ ഭഗവാനാകുന്ന ഏഷഃ ആത്മാ ഈ ഏകമായ പരമാത്മതത്വം അബുദ്ധിഭിഹി ബുദ്ധിഹീനന്മാരാൽ സ്വപരേതി സ്വപര ഇതി താനെന്നും അന്യനെന്നും നിരൂപ്യതേ കരുതപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ അനുകൂലമല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി മായയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിഹീനന്മാരാണ്, അജ്ഞാന ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് താനെന്നും അന്യനെന്നും ഒക്കെയുള്ള ഈ ഭേദഭാവന ഉണ്ടാകുന്നത്. ഇനി എന്തിനേറെ പറയുന്നു? നമ്മുടെ കാര്യം മാത്രമാണോ? യദ്വാത്മനി യാതൊരു ഭഗവാന്റെ മാർഗാനുസന്ധാനത്തിൽ വേദവാദിനഃ വേദജ്ഞന്മാരായ ബ്രഹ്മാദയഃ ഹി ബ്രഹ്മാദിദേവന്മാർ പോലും മുഖ്യന്തി ഉഴലുന്നു. നിരന്തരം ഭഗവാനെ അനുസന്ധാനം ചെയ്യുന്ന കാര്യത്തിൽ ആ ബ്രഹ്മാദികൾക്ക് പോലും ചിലപ്പോൾ വഴിമാറിപ്പോകുന്നു. എന്നാൽ ഏഷഃ ആ ഭഗവാൻ മേ മതി എന്റെ ബുദ്ധിയെ ഭിനത്തി അന്യരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു. അതുകൊണ്ട് എനിക്ക് അന്യനെന്നോ ഞാനെന്നോ അന്യനെന്നോ എന്ന ആ ഭേദഭാവന ഇല്ല. കാരണം ഭഗവാൻ എന്റെ ബുദ്ധിയെ ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. എങ്ങനെ ഈ ബുദ്ധി കിട്ടി എന്ന് ചോദിച്ചില്ലേ? എനിക്കും അറിയില്ല. പക്ഷേ എനിക്കിത് മാത്രം അറിയാം, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഞാൻ ഭഗവാനാൽ ആകർഷിക്കപ്പെടുന്നു. 14-ാമത്തെ ശ്ലോകം. യഥാ ഭ്രാമ്യതി അയഃ ബ്രഹ്മൻ സ്വയം ആകർഷ സന്നിധൗ തഥാ മേ ഭിദ്യതേ ചേതഃ ചക്രപാണേഃ യദൃച്ഛയാ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണോത്തമ, യഥാ അയഃ എപ്രകാരം ഇരുമ്പ് ആകർഷ സന്നിധൗ അയസ്കാന്തത്തിന്റെ അടുക്കൽ സ്വയം ഭ്രാമ്യതി തന്നെത്താൻ കറങ്ങുന്നുവോ, ഇരുമ്പ് കാന്തത്തിന്റെ അടുത്തെത്തുമ്പോൾ ആ കാന്തത്തിനാൽ ആകർഷിക്കപ്പെടുന്നുവോ, തഥാ അപ്രകാരം മേ ചേതഃ എന്റെ ചിത്തം ചക്രപാണേഹേ ഭഗവാൻ ശ്രീഹരിയുടെ സന്നിധിയിൽ യദൃച്ഛയാ അകാരണമായി ഭിദ്യതേ ആകർഷിക്കപ്പെടുന്നു. അതിന്റെ കാരണം എനിക്ക് പോലും അറിയില്ല. നാരദ ഉവാച 15-ാമത്തെ ശ്ലോകം. ഏതാവത് ബ്രാഹ്മണായ ഉക്ത്വാ വിരരാമ മഹാമതിഃ തം നിർഭത്സ്യ അധ കുപിതഃ സഹ ദീനഃ രാജസേവകഃ. മഹാമതിഃ അതിബുദ്ധിമാനായ പ്രഹ്ലാദൻ
ഏതാവത് ഇത്രമാത്രം ബ്രാഹ്മണായ തന്റെ ഗുരുനാഥനോട് ഉക്വാ പറഞ്ഞിട്ട് വിരരാമ പിന്നെ മിണ്ടാതിരുന്നു. എന്നാൽ ഇത് കേട്ടതും രാജാവിനെ സുഖിപ്പിക്കുന്ന സേവകനായ ആ ഗുരു, അതാണ് അധ സഹദീനഹ, അതിനെ തുടർന്ന് ആ പാവപ്പെട്ട രാജസേവകൻ എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് രാജാവിന് അനുകൂലമായി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ, അതുകൊണ്ടാണ് ദീനഹ എന്ന് പറഞ്ഞത്. അവന് വേറെ നിവൃത്തിയില്ല. ആ രാജസേവകൻ കുപിതനായിട്ട് തം നിർഭത്സ്യ, പ്രഹ്ലാദനെ ഒരുപാട് ശകാരിച്ച് ഇങ്ങനെ പറഞ്ഞു. 16-ാമത്തെ ശ്ലോകം. ആനീയതാം അരേ വേത്രം അസ്മാകം അയശസ്കരഃ കുലാങ്കാരസ്യ ദുർബുദ്ധേഃ ചതുർത്ഥഃ അസ്യ ഉദിതഃ ദമഃ. ഗുരുനാഥൻ വിളിച്ചു പറയുകയാണ്, അരേ എടോ, വേത്രം ആനീയതാം, ചൂരൽ വടി കൊണ്ടുവരൂ. ഇവൻ അസ്മാകം അയശസ്കരഃ, നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നവനാണ്. മാത്രമല്ല കുല അങ്കാരസ്യ, വംശത്തിന് തീക്കനലാണിവൻ. ഇവൻ ഈ വംശത്തിനെ നശിപ്പിക്കും. ഇങ്ങനെ ദുർബുദ്ധേഹേ, കെടുബുദ്ധിയുള്ളവനുമായ അസ്യ, ഇവനോട് ഇനി നല്ല രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം പറഞ്ഞു സാമ ഉപായത്തിൽ, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അതെല്ലാം കടന്നു. സാമം, ദാനം, ഭേദം, 3 ഉപായങ്ങളും ഇനി വേണ്ട, ഇതൊക്കെ കഴിഞ്ഞു. ഇനി ചതുർത്ഥഃ ദമഃ, 4ാമത്തെ മുറയായ ദണ്ഡോപായമാണ് ഇവന് ഉദിതഃ, വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവനെ ഇനി അടിച്ച് ശരിയാക്കണം, വേറെ നിവൃത്തിയില്ല എന്ന് ആ ഗുരുനാഥൻ ഇങ്ങനെ ആക്രോശിക്കുകയാണ്. 17-ാമത്തെ ശ്ലോകം. ദൈതേയ ചന്ദനവനെ ജാതഃ അയം കണ്ടകദ്രുമഃ യന്മൂല ഉന്മൂലപരശോഹോ വിഷ്ണോഹോ നാളായിതഃ അർഭകഃ. നേരത്തെ പറഞ്ഞു, ഓരോരുത്തർക്കും അവരവരുടെ കുലവും വംശവും അവരവരും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ ചണ്ടാമർക്കന്മാരുടെ കണ്ണിൽ ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. അതുകൊണ്ട് പറയുന്നു ദൈതേയ ചന്ദനവനെ, അസുരന്മാരാകുന്ന ചന്ദനവൃക്ഷങ്ങളുടെ വനത്തിൽ ജാതഃ, ഉണ്ടായിത്തീർന്ന ഒരു കണ്ടകദ്രുമഃ, മുൾമരമാണ് അയം അർഭകഃ, ഈ ബാലൻ. ഈ ചന്ദനമരങ്ങൾക്കിടയിൽ ഇവയെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിന്റെ സുഗന്ധം കെടുത്താൻ എന്നതുപോലെ വളർന്നു വരുന്ന ഒരു മുൾ ചെടിയാണ്, മുൾമരമാണ് ഈ ബാലൻ. ഇങ്ങനെ ഞങ്ങളാകുന്ന ചന്ദനമരത്തെ നശിപ്പിക്കാൻ യന്മൂല ഉന്മൂലം, അങ്ങനെ ഉന്മൂലനം ചെയ്യാനാകുന്ന പരശു, കോടാലി ആരാണ്? വിഷ്ണു. അതാണ് ഇവയുടെ, ഞങ്ങളാകുന്ന ചന്ദനക്കാടിനെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയുള്ള കോടാലി പോലെയുള്ള വിഷ്ണോഹോ, വിഷ്ണുവിന് ഈ കുട്ടിയാകുന്ന പ്രഹ്ലാദനാകുന്ന മരം, ആ മുൾമരം അതിൻ്റെ നാളായിതഃ, കൈപ്പിടി പോലെയാണ്. അപ്പോൾ വിഷ്ണുവാകുന്ന കോടാലിക്ക് ഈ മുൾമരമാകുന്ന കൈപ്പിടി പ്രഹ്ലാദൻ. പക്ഷെ അത് ഏറ്റവും രസകരമാണ്. ഭഗവാന്റെ ഒരു കയ്യാളായിട്ട്, കിങ്കരനായിട്ട് ആ അസുരന്മാർ പോലും അംഗീകരിക്കുകയാണ് പ്രഹ്ലാദനെ. പക്ഷെ അവരെ സംബന്ധിച്ച് അവരൊക്കെ ചന്ദനമരങ്ങൾ, ഈ പ്രഹ്ലാദൻ ഒരു മുൾമരം. ഈ മുൾമരമാകുന്ന കൈപ്പിടി വെച്ച് മഹാവിഷ്ണു തന്റെ കോടാലി, താനാകുന്ന കോടാലി കൊണ്ട് ഞങ്ങളാകുന്ന ചന്ദനമരത്തെ വെട്ടിമുറിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 18-ാമത്തെ ശ്ലോകം. ഇതിതം വിവിധ ഉപായൈഹി ഭീഷയൻ തർജനാദിഭിഹി പ്രഹ്ലാദം ഗ്രാഹയാമാസ ത്രിവർഗസ്യ ഉപപാദനം. ഇതി, ഇപ്രകാരം, തർജനാദിഭിഹി, ശകാരവും താടനവും മറ്റുമായ, വിവിധ ഉപായൈഹി, പല മട്ടിലുള്ള ഉപായങ്ങളാൽ ഭീഷയൻ, പേടിപ്പെടുത്തിക്കൊണ്ട്, തം പ്രഹ്ലാദം, ആ പ്രഹ്ലാദനെ, ത്രിവർഗസ്യ, ശരിക്കും പരമപുരുഷാർത്ഥം 4ആണ്, അതിൽ മോക്ഷം വേണ്ട എന്ന രീതിയിൽ ധർമ്മ അർത്ഥ കാമം, ഇത് 3നെ കുറിച്ചും അറിഞ്ഞാൽ മതി. ഇങ്ങനെ ത്രിവർഗസ്യ ഉപപാദനം, ഇതിനെ കുറിച്ച് പറയുന്ന പാഠങ്ങൾ, ആ ശാസ്ത്ര പാഠങ്ങളൊക്കെ ഗ്രാഹയാമാസ,
അടിച്ചും വഴക്ക് പറഞ്ഞുമൊക്കെ പ്രഹ്ലാദനെ അഭ്യസിപ്പിക്കുകയാണ്. നിർബന്ധപൂർവം ഇത് പഠിച്ചാൽ മതി, ഇനി നീ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കരുത്, പറയരുത് എന്ന രീതിയിൽ ഇതൊക്കെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.